നിനക്കിനിയെങ്കിലും ഈ മാന്തലൊന്ന് നിർത്തിക്കൂടെ? കടിച്ചിട്ടല്ലോ ചേട്ടാ മാന്തന്നത്, വിശന്നിട്ടല്ലേ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എവിടെ കപ്പത്തോട്ടമുണ്ടോ അതിന്റെ ചോട്ടിലൊരു തൊരപ്പനുണ്ടാകും. എന്നാലേ ചേട്ടന്റെ മുതലാളിയോട് വന്ന് മാന്താൻ പറ. ഞാനേ ബാങ്കിൽ പോയിക്കൊള്ളാം. അല്ല പിന്നെ അയ്യടാ, ബാങ്ക് മാനേജരാവാൻ പറ്റിയ മോന്ത. എന്റെ മോന്തയ്ക്ക് എന്താ കുഴപ്പം? എനിക്ക് ഒടുക്കത്തെ ഗ്ലാമറാണെന്നാ എന്റെ വൈഫ് പറയുന്നത്. വൈഫ് ബ്ലൈൻഡ് ആണല്ലേ? ചിരിച്ചോ ചിരിച്ചോ, ഇപ്പോൾ ഞാനാ ബ്ലൈൻഡ്. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഹായ് കിട്ടിപ്പോയി. ഹായ് 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 ഹായ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇല്ലെന്നേ, ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് വൈഫ് എടുത്ത് തിന്നു. എന്നാ വാ കുറച്ച് ബിരിയാണി കഴിക്കാം. ബിരിയാണിയോ? അതെന്താ, നീ ബിരിയാണി കഴിക്കില്ലേ? ബിരിയാണിയൊക്കെ നിങ്ങൾ മുന്തിയ പാർട്ടീസിന്റെ ഡിഷല്ലേ? വാചകം നിർത്തിയിട്ട് വരുന്നുണ്ടെങ്കിൽ വാടാ. കപ്പ എന്റെ പട്ടിക്ക് വേണം. നിനക്ക് പട്ടിയുണ്ടോ? ഇല്ല, നമുക്കൊരു മാളത്തിലായാലും ചുരുണ്ടു കൂടാം.
പട്ടിയെ വളർത്താൻ പട്ടിക്കൂടൊക്കെ വേണ്ടേ? ഇവിടെ ഒരു എലിപ്പെട്ടിയുണ്ട്, വേണോ? വേണ്ട വേണ്ട, ജീവിതം മടുത്തിട്ടില്ല. എന്നാ നടക്ക്. ചേട്ടനൊരു പട്ടിയാവേണ്ട ആളല്ല. അതെന്താ? നല്ല തങ്കപ്പെട്ട മനസ്സാ. സോപ്പ് വേണ്ട. ബിരിയാണി തരൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വൈഫിനെ കൊണ്ടുവരാമായിരുന്നു. മഹാ കൊതിച്ചിയാ. അത് സാരമില്ല, ഒരു ചിരട്ടയില് പാർസൽ വേണേ കൊണ്ടുപോയിക്കോ. അതിവിടുത്തെ പൂച്ചയ്ക്കും കോഴികൾക്കും ഇഷ്ടപ്പെടും. ഇവിടെ അങ്ങനെ പൂച്ച കോഴിയൊന്നും വ്യത്യാസമില്ലടോ. ഞങ്ങളെല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത്. ചേട്ടന്റെ മുതലാളിയും പട്ടിയുടെ പാത്രത്തിൽ നിന്നാണോ കഴിക്കുന്നത്? എലിയുടെ പല്ലിനേക്കാൾ മൂർച്ചയോ പട്ടിയുടെ പല്ലിന്. മൈൻഡ് ഇറ്റ്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഈ ചേട്ടന്റെ ഒരു കാര്യം. പൂച്ചയും കോഴികളും എല്ലാം തളർന്നു കിടക്കുന്നത്. 2 ദിവസമായി ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട്. അതെന്തു പറ്റി? ഞങ്ങളെ മുതലാളി ടീനം വന്ന് കിടപ്പില. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങും? മുതലാളിയുടെ ഫാമിലി ഇല്ല, ഒറ്റത്തൊടിയോ? എനിക്കൊന്ന് മുതലാളിയെ കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ, വാതിലകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. ചുണ്ടൻ എന്തിനാ വാതില്? ഒരു ദ്വാരം പോരെ? അവന് എന്തിനാ ജിമ്മിയാട്ട് അകത്തേക്ക് വിട്ടത്? അത് എലിപ്പനി വന്ന മുതലാളി കിടപ്പിലായത്. എന്നിട്ടും ജിമ്മിയേട്ടൻ അവനോട് സിമ്പതി അല്ലേ? മുതലാളിയുടെ കാലിലൊരു മുറിവുണ്ടായി. ചത്ത് കിടന്ന എലിയെ ചവിട്ടിയപ്പോൾ ആ മുറിവിലൂടെ അണുക്കളകത്ത് കയറി. അതിന് ചുണ്ടനെന്ന് തെറ്റിയതു. എനിക്ക് അവനെ കൊത്തിക്കൊല്ലാനാ തോന്നിയത്. റിലാക്സ് റിലാക്സ്. ഇവിടെ ഒരാൾക്ക് കിടക്കാൻ ഒരു മണിമാളിക. അയ്യോ അമ്മേ, അയ്യോ. ഓ ഗോഡ്, മുതലാളിയുടെ കരച്ചിലാണല്ലോ ആ കേൾക്കുന്നത്. മുതലാളി, മുതലാളി, മുതലാളി. അയ്യോ അമ്മേ, അയ്യോ. എലിപ്രേതം, എലിപ്രേതം. ഞാൻ പ്രേതല്ല മുതലാളി, ജിമ്മിയേട്ടന്റെ ഫ്രണ്ടാ. അപ്പോ നിന്റെ ബോഡിയല്ലേ ആ ചതുപ്പിൽ അഴുകിക്കിടന്നത്? അല്ലെന്നേ, അതെന്റെ മാമന്റെ ബോഡിയാ. നിന്റെ മാമൻ ചത്താലും മനുഷ്യന് വെറുതെ വിടില്ല, അല്ലടാ. ചത്തുപോയ മാമന് എന്നെ ചവിട്ടല്ലേ എന്ന് പറയാൻ പറ്റുമോ മുതലാളി? നിന്റെ മാമൻ എങ്ങനെയാടാ ചത്തത്? ഷവർമ തിന്നതാ. വേറെ ഒന്നും തിന്നാൻ കിട്ടിയില്ലേ? കേടായ ഷവർമ പിള്ളേര് തിന്നണ്ടാലോ എന്ന് വിചാരിച്ച് പോലീസുകാരെടുത്ത് കുപ്പത്തൊട്ടിലിട്ടു. എന്റെ മാമൻ അത് എടുത്ത് തിന്നു, പണ്ടാര മടക്കി. നന്നായി. ഇനിയെങ്കിലും മുതലാളി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിൽ മുറിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ഇറക്കിയാൽ മാമൻ പനി വരും. മാമൻ പനി. മാമൻ പനിയോ? എലിപ്പനി. എലിപ്പനിയല്ലാതെ എനിക്ക് പിന്നെ കുഷ്ഠമാണോടാ? അല്ല, അതെ. ഇനി എനിക്ക് വേണ്ടത് സാരോപദേശമല്ലടാ, ഒരു ശവപ്പെട്ടിയാ. എലിപ്പെട്ടിയോ? എലിപ്പെട്ടിയല്ലടാ, ശവപ്പെട്ടി. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുതലാളിക്കിട്ട് പണി തന്ന എന്റെ മാമനാണ് സത്യം. ഈ ചുണ്ടന് എന്ത് വില കൊടുത്തും മുതലാളി
ജീവിച്ചിരിക്കില്ല. അയ്യോ, ഭാഗ്യം ആരും കണ്ടില്ല. കൊച്ചാട്ടാ, എന്ത് വേണം? കുറച്ച് ജ്യൂസ് തരുമോ? ജ്യൂസോ? യാ, ബ്ലഡ് ജ്യൂസ്. എടാ മത്തക്കണ്ണ, ഒരു മനുഷ്യനല്ലേ ആ മുറിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത്? പോയി ഇഷ്ടം പോലെ കുടിക്കാൻ പാടില്ലേ? അയാൾക്ക് എലിപ്പനിയല്ലേ കൊച്ചേട്ടാ? അയാളുടെ ബ്ലഡ് ജ്യൂസ് കുടിച്ചാൽ ഞങ്ങളും മടിയാവില്ലേ? എന്താ നിന്റെ പേര്? മൈ നെയിം ഈസ് ഡെങ്കി. നീയോ? ഐ ആം കഡുലക്സ്. അത് ശരി. ഡെങ്കിപ്പനിയും മലമ്പനിയും കൂടി എന്നെ കൊല്ലാൻ വന്നതാണല്ലേ? നടക്കൂല മക്കളെ. എന്റെ ദേഹത്തൊന്ന് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കൊച്ചേട്ടൻ ബ്ലഡ് ജ്യൂസ് തരില്ല? നോ, ഒരു തുള്ളി പോലും ഞാൻ തരില്ല. കൊതുകുകൾ ബ്ലഡ് ജ്യൂസ് കുടിക്കുന്നത് ആരുടെയും സമ്മതം ചോദിച്ചിട്ടല്ല. കുത്തടി ഡെങ്കി. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഈ, ഈ, ഈ. നീ എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഓടിയത്? എന്റെ പൊന്നു ജിമ്മിയേട്ടാ, ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അതെന്താടാ മുതലാളി നിന്നെ തൊഴിച്ചോ? തൊഴിക്കാനോ? എന്നെയോ? നോ നോ, നെവർ. നീ എന്താടാ നിന്ന് പരുങ്ങുന്നത്? ഏയ്, ഒന്നുമില്ല ചേച്ചി. കള്ളം. മുതലാളി അവനെ പന്ത് തട്ടുന്നത് പോലെ തട്ടി ഞങ്ങൾ കണ്ടതാ. നിനക്ക് ബ്ലഡ് ജ്യൂസ് തരാത്തതിന്റെ വാശിയാണ്. അതേടാ, വാശി തന്നെയാ. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? മടിക്കണ്ട, സത്യം പറഞ്ഞു. ഒരെണ്ണം കിട്ടി എന്ന് വിചാരിച്ച് എനിക്ക് മുതലാളിയോട് പിണക്കൊന്നുമില്ലാട്ടോ. നമുക്ക് എങ്ങനെങ്കിലും മുതലാളിയെ രക്ഷിക്കണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചുണ്ട, നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കില്ല. നടക്കില്ലെന്ന് വിചാരിച്ച ഒരു ചെറിയ കാര്യം പോലും നടക്കില്ല. നടക്കൂന്ന് വിചാരിച്ചാലോ ഏത് വലിയ കാര്യവും നടക്കും. മനസ്സിലായോ? ചുണ്ടൻ പറഞ്ഞത് ശരിയല്ലേ? പരിശ്രമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല എന്നാണല്ലോ നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നത്. നെപ്പോളിയനോ? അതാരാ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി. മുതലാളി ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ അത് നോക്കി നിൽക്കും. എന്നിട്ട് എന്ത് മണ്ടത്തരവും വിളിച്ചു പറഞ്ഞോളും. ഓ, കറിച്ചട്ടിക്കിടന്ന് തിളയ്ക്കാൻ ഈ വിവരമൊക്കെ മതി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞങ്ങളും ജനിച്ചു വളർന്ന വീടാ. ഞങ്ങളും മുതലാളിയുടെ ചോര തന്നെയാ. മുതലാളിയുടെ ചോരയോ? മുതലാളിയുടെ ചോര കുടിച്ചാ ഞങ്ങൾ വളർന്നതെന്ന്. അത് ശരിയാ. അതുകൊണ്ട് മുതലാളിക്കൊരു ആപത്ത് വരുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കില്ല. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലതേ. എന്റെ ജിമ്മിയേട്ട, ദൈവത്തെ ഓർത്ത് ജിമ്മിയേട്ടനിങ്ങനെ നിരാശപ്പെടല്ലേ. ഓക്കെ, ചുണ്ടൻ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മുതലാളിയെ ആശുപത്രി എത്തിക്കാൻ കഴിയില്ല. അതിനൊരു ടാക്സി വിളിച്ചാ പോരെ? കൊതുക് വിളിച്ചാൽ ഏത് ടാക്സിയാ വരുന്നത്? പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തിക്കും? ആശുപത്രി എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്കൊരു ഡോക്ടറെ ഇവിടെ എത്തിക്കണം. എങ്ങനെ? നമ്മൾ ഒത്തുപിടിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല. എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതെ, ഇനിയുള്ള ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. മുതലാളിയുടെ ജീവനേക്കാൾ വലുതായി നമുക്ക് മറ്റൊന്നുമില്ല. കം, ലെറ്റ്സ് ഗോ. പനി എങ്ങനെയുണ്ട് മക്കളെ? കുറവുണ്ട് മമ്മി. എവിടെ നോക്കട്ടെ. എന്റെ മാതാവേ, പൊള്ളുന്ന ചൂടാണല്ലോ. മമ്മി പേടിക്കണ്ട, വേനൽ മഴ കൊണ്ടിട്ടാ. എന്തായാലും പപ്പ വരട്ടെ, എന്നിട്ട് ആശുപത്രിയിൽ പോവാം. എനിക്ക് ആശുപത്രിയിൽ പോകണ്ട മമ്മി, ചുക്ക് കാപ്പി തന്നാൽ മതി. ജോളിക്ക് കുത്തിവെക്കുന്നത് പേടിയാ, അതാ ആശുപത്രി പോവാൻ മടി. അയ്യേ, എന്തിനാ മോളെ പേടിക്കുന്നത്? പനി മാറാൻ വേണ്ടിയല്ലേ കുത്തിവെക്കുന്നത്. എന്നെ കുത്തിവെക്കണ്ട, എനിക്ക് ചുക്ക് കാപ്പി മതി. ജോളിക്ക് പേടിയാണെങ്കിൽ എന്നെ 2 പ്രാവശ്യം കുത്തിവെച്ചോ. നിന്നെ കുത്തിവെച്ച ജോളിയുടെ പനി എങ്ങനെയാടാ മാറുന്നത്? എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞല്ലോ പനി ഒരു അസുഖമല്ലെന്ന്. ശരിയാ,
അസുഖം വരാനുള്ള മുന്നറിയിപ്പാണ് പനി. പക്ഷെ എല്ലാ പനികളും അങ്ങനെയല്ല. അതുകൊണ്ട് ആശുപത്രിയിൽ പോകാതെ പറ്റില്ല. എന്നാ ഇഞ്ചക്ഷൻ വേണ്ട, ഗുളിക മതി. അതൊക്കെ ഡോക്ടർ തീരുമാനിച്ചോളും. രണ്ടാളും റെസ്റ്റ് എടുത്തോ. മമ്മി, ചുക്ക് കാപ്പിതാ. തരാൻ കൊച്ചേ, അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോ. ജോളി, എന്താ ജോബി? പകർച്ചപ്പനി നാട്ടിലാകെ പടർന്നു പിടിച്ചെന്നാ കേട്ടത്. അതിനെന്താ, മരുന്ന് കഴിച്ചാൽ പനി മാറില്ലേ? ഓരോ പനിക്കും ഓരോ ലക്ഷണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഷോ, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ ജോളി പേടിക്കുന്നത്? ഉണ്ണീശു അറിയാതെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലോ ജോബി? ശരിയാ ജോളി, പ്രാർത്ഥിക്കാം. എന്റെ ഉണ്ണീശോ എല്ലാവരുടെയും പനി മാറ്റണേ. He is my everything. He is my all. He is my everything, both great and small. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി മുതലായ പനികൾ നാട്ടിലെങ്ങും പടർന്നു പിടിക്കുകയാണ്. പനിക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി. എടാ ചുണ്ട, നമ്മളിങ്ങനെ വണ്ടിയുടെ പിറകെ ഓടിയിട്ട് എന്താ കാര്യം? വണ്ടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് അവരോട് വിവരം പറയാമായിരുന്നു. നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യോ? ഓടി ഓടി തളർന്നു. എന്റെ ചിറകും തളർന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ബുദ്ധിമുട്ടാൻ ഞാൻ പറഞ്ഞോ? എന്റെ ചിറകും തളർന്നു. ഒരു മൊട്ടത്തലയും വരുന്നുണ്ട്. ജിമ്മിയേട്ടർ ഒന്ന് സംസാരിച്ചു നോക്ക്. അത് വേണ്ട, എന്നെ കണ്ടാൽ അയാൾ പേടിക്കും. ചുണ്ടൻ ചെന്ന് മുട്ടി നോക്ക്. എലിയേക്കാൾ കേമൻ പൂച്ചയാ. ഞാൻ സംസാരിച്ചോളാം. പൂച്ചേട്ടൻ മുൻകോപിയാ. ഞാൻ സംസാരിക്കാം. എന്നാ സംസാരിക്ക്, ഞങ്ങളിവിടെ മാറി നിൽക്കാം. നിങ്ങൾ രണ്ടാളും എന്തിനാ ഒളിച്ചു നോക്കുന്നത്? അതിന് അയാളുടെ കയ്യിൽ ഭൂതക്കണ്ണാടി ഇല്ലല്ലോ. ചുപ്രഹോ, മിണ്ടിപ്പോകരുത്. സാറി. അങ്കിൾ, അങ്കിൾ, എന്താ? അങ്കിൾ, എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ? കോഴിക്കൂട്ടിലേക്കോ? അല്ല, എന്റെ മുതലാളിയുടെ വീട്ടിലേക്ക്. ഞാൻ എന്തിനാടാ നിന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് വരുന്നത്? എന്റെ മുതലാളിക്ക് പനിയാ. അതിന് ഞാൻ എന്ത് വേണം? പ്ലീസ് അങ്കിൾ, ഒന്ന് വാ അങ്കിൾ. നീ എന്റെ വീട്ടിലേക്ക് വരാമോ? എനിക്ക് ചിക്കൻ കറി വലിയ ഇഷ്ടാ. ഇനി എന്താ ജിമ്മിയേട്ടാ ചെയ്യേണ്ടത്? ആരും നിരാശപ്പെടേണ്ട. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. എങ്കിൽ നമുക്ക് അടുത്ത മാർഗം നോക്കാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇല്ല മമ്മി. ആ, നീ ജോബിയുടെ കൈ പിടിച്ചോ. ആന്റി, ആന്റി, ആന്റി. ഈ പട്ടിയും പൂച്ചയും കൊതുകുമൊക്കെ എന്നെ ആന്റിന്ന് വിളിച്ച എന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താകും? എന്റെ പുന്നാര ആന്റിയല്ലേ, ഒന്ന് വാ ആന്റി. പോടാ കോഴി, ഞാൻ എങ്ങനെയാണ് നിന്റെ പുന്നാര ആന്റി ആകുന്നത്? നിന്നെ പോലെ കോഴിമുട്ട വിരിഞ്ഞല്ല ഞാൻ ഉണ്ടായത്, മനസ്സിലായോ? ആന്റി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ മുതലാളി ചത്തുപോകും. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നിങ്ങളും ഇവിടെ ചത്തു വീഴും. ആന്റി, ഞങ്ങളെ കൊന്നോ, മുതലാളിയെ രക്ഷിച്ചാൽ മതി.
ഞാൻ ഡോക്ടർ അല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് ചെല്ല്. ആന്റി 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 നിന്നെയൊക്കെ ഞാൻ ഇന്ന് ശരിപ്പെടുത്താം. ഇനി എന്റെ പുറകെ വന്ന നിങ്ങളുടെ മുതലാളിയുടെ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും. ശല്യങ്ങള്. എടാ കടൂലക്സേ, എന്താടി ഡെങ്കി? ആ പൊങ്ങച്ചക്കാരിക്കിട്ടൊരു കുത്തു കൊടുത്താലോ? വേണ്ടടി, പ്രതികാരം ഒന്നും പരിഹാരമല്ല. ഇനി എന്താ ജിമ്മിയേട്ടാ ചെയ്യേണ്ടത്? നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നാതിരിക്കില്ല. എന്നാൽ ഇനി തീരെ സമയം കളയാനില്ല, നമുക്ക് പോകാം. കുട്ടികൾക്ക് എന്നാ പനി തുടങ്ങിയത്? ഇന്ന് കാലത്ത്. ഇന്ന് തന്നെ കൊണ്ടുവന്നത് നന്നായി. ഇപ്പോഴത്തെ പനിയെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇവിടെ കിടത്തോന്നാ പേടി. കിടത്താനോ? എവിടെ കിടത്താൻ? വാടെല്ലാം പനിക്കാരെ കൊണ്ട് നിറഞ്ഞു. ജോളി, നിനക്ക് കുത്തിവെക്കുന്നത് കാണണോ? കാണണം. എന്നാ വാ. മക്കളെ, ദൂരേക്കൊന്നും പോകരുത് കേട്ടോ. ശരി പപ്പാ. അയ്യോ, എന്താ ജോളി? നമ്മളെ അതുപോലെ കുത്തിവെക്കോ? ജോളി പേടിക്കണ്ട. കുത്തിവെക്കുമ്പോൾ കണ്ണുകൾ മുറുക്കി അടിച്ചാൽ മതി. വേണ്ട, എനിക്ക് പേടിയാ. ജോളി, അത് നോക്കിയേ. എന്തു വേണം? മേഡം, എന്റെ കൂടെ ഒന്ന് വരാമോ? നിന്റെ കൂടെ വരാനോ? എന്തിന്? ഞങ്ങളുടെ ബോസിന് പനിയാ. ഇവിടെ വരുന്നവരെ നോക്കാൻ നേരമില്ല. അപ്പോഴാ നിന്റെ കൂടെ വരുന്നത്. എനിക്ക് പറ്റില്ല. എന്നാ മരുന്ന് തന്നാ മതി. ഒന്ന് ഇറങ്ങി പോടാ. വരൂ ജോളി, നമുക്ക് അവരെ ഒന്ന് കാണാം. ശരിയാ, വരൂ. എന്താ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞങ്ങളെ മുതലാളി ദീനം വന്ന് കിടപ്പില. മരുന്ന് ചോദിച്ചിട്ട് തരുന്നില്ല. എവിടെയാ നിങ്ങളുടെ മുതലാളി? വീട്ടിലെ എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പോകാം. വാതിലിടിച്ച് തുറക്ക് കൂട്ടുകാരെ. ആ മുറിയില മുതലാളി. നമ്മൾ എന്താ ജോളി ചെയ്യേണ്ടത്? നമുക്ക് സെറാഫിനെ വിളിക്കാം ജോബി. അതെ, സെറാഫിനെ വിളിക്കാം. അതാ നല്ലത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. Praise the Lord, സെറാഫിൻ. ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയല്ലേ കൂട്ടുകാരെന്നെ വിളിച്ചത്? അതെ സെറാഫിൻ. ജിമ്മിയുടെയും കൂട്ടുകാരുടെയും സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾക്കും സങ്കടം വന്നു സെറാഫിൻ. പരസ്പര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണ് ജിമ്മിയും കൂട്ടുകാരും. ആ സ്നേഹത്തിന്റെ മുൻപിൽ മുഖം തിരിക്കാൻ നമുക്കാവില്ല. ഇതെന്ത് അത്ഭുതം! ഞാൻ പൂർണ്ണമായും രോഗവിമുക്തനായി. ഈ സന്തോഷ വാർത്ത ആദ്യം അറിയേണ്ടത് പുറത്ത് കാത്തു നിൽക്കുന്നവരാണ്. വരൂ, നമുക്ക് അവരെ കാണാം. ഇത് കണ്ടോ, മുതലാളിയുടെ പനി മാറി. എനിക്കൊന്നുമില്ല മക്കളെ, നിങ്ങൾ എന്നെ രക്ഷിച്ചു. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല.